മഴതോരും മുൻപെയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 24 വർഷങ്ങൾക്ക് മുൻപ് വൈജയന്തി പ്രസവിച്ച കുഞ്ഞിനെ വൈജയന്തിയുടെ ആങ്ങളമാരും അച്ഛനും ചേർന്ന് കൊന്നുകളയുകയോ അല്ലെങ്കിൽ അനാഥാലയത്തിൽ ഉപേക്ഷിക്കുകയോ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ബബിത ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് വൈജയന്തിക്ക്. വൈജയന്തിക്ക് ഇപ്പോൾ നേരിയ സംശയങ്ങളൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു. തന്നെയും സ്റ്റാൻലിയും വേർപെടുത്തിയ ആങ്ങളമാർക്കും അച്ഛനും ചിലപ്പോൾ തന്റെ കുഞ്ഞിനെയും നശിപ്പിക്കാൻ കഴിയുമായിരിക്കും. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റാൻലി തോട്ടത്തിൽ നിന്ന് തിരിച്ചു വന്നതേയുള്ളൂ. അലീന 2 കപ്പ് ചായയുമായി പപ്പയുടെ മുറിയിലേക്ക് ചെന്നു. ഞാൻ എൻ്റെ കോട്ടയെടുക്കാൻ തുടങ്ങുകയായിരുന്നു. അതിനിടയ്ക്ക് എന്തിനാ ചായ? സ്റ്റാൻലി ചോദിച്ചു. വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാൻ ചായയല്ലേ നല്ലത്? അലീന ചായക്കപ്പ് നീട്ടി. സ്റ്റാൻലി മനസ്സില്ലാ മനസ്സോടെ കപ്പെടുത്തു. എനിക്കിപ്പം ചായ കുടിക്കാനുള്ള മൂഡില്ല. 2 പെഗ്ഗാ വേണ്ടത്. പപ്പായെ, കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയാ ഞാനിപ്പോൾ വന്നേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഹോട്ട് ഡ്രിങ്ക് നിർബന്ധമാണ്. തമാശയല്ല പപ്പ. സ്റ്റാൻലി ചായ രുചിച്ചു നോക്കി. കൊള്ളാം, നല്ല ചായ. ശരി, തുടങ്ങിക്കോ. അലീന മറ്റേ ചായക്കപ്പെടുത്ത് ഒരൽപ്പം നുണഞ്ഞു കുടിച്ചു. മധുരം അല്പം കുറവാണോ? മോളെ, നേരെ മുഖത്ത് നോക്കി കാര്യം പറ. മുഖപുര വേണ്ട. ശരി, പറയാം. നമുക്ക് പാലായിക്കൊന്ന് പോയി വരാം പപ്പ. പാലായിക്കോ? സ്റ്റാൻലിയുടെ നെറ്റി ചുളിഞ്ഞു. അവിടെന്താ വിശേഷം? അച്ഛനെ കണ്ടിട്ട് കുറെ നാളായി. എനിക്കൊന്ന് കാണണം. അത്രയുള്ളോ? നീ പോയി കണ്ടിട്ട് പോരെ. കാറോടിക്കാൻ ബൈജുവുമുണ്ട്. കൂട്ടിന് ടോജോയെയോ ടെൽസിയെയോ കൊണ്ടുപോയിക്കോ. എനിക്ക് പപ്പ വന്നാ മതി കൂട്ടിന്. ഞാൻ വരില്ല. അതെന്താ പപ്പ? ഞാനും ബാലചന്ദ്ര മേനോനും തമ്മിലുള്ള കൂടിക്കാഴ്ച അത്ര രസമുള്ള ഒന്നല്ല. 2 പേർക്കും അസ്വസ്ഥതയുണ്ടാക്കും. അങ്ങനെയുണ്ടോ പപ്പ? അലീന വിസ്മയം പൂണ്ടു. അങ്ങനെയുണ്ട്. അതൊരു തരം ജലസിയാണ്. അതെന്ത് ജലസി? ഒരു രാജകുമാരിക്ക് വേണ്ടി പരസ്പരം യുദ്ധം ചെയ്യുന്ന രാജാക്കന്മാരല്ലല്ലോ നിങ്ങൾ 2 പേരും ഇപ്പോൾ. അലീന ചിരിയോടെ ചോദിച്ചു. ഞാൻ സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിച്ചയാളാണ് അയാൾ. അയാൾ കല്യാണം കഴിച്ച പെണ്ണിന്റെ കൂടെ അതിനു മുൻപ് കുറെ നാൾ ജീവിച്ചവനാണ് ഞാൻ. ഞങ്ങൾക്ക് 2 പേർക്കും മനസ്സുകൊണ്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല. പൊരുത്തപ്പെടണ്ട. എന്നാലും പപ്പയുടെ ഒരിടപെടൽ ഇപ്പം അത്യാവശ്യമാണ്. എന്തിന്? അവിടെ കൊല്ലപ്പള്ളിയിലും പാലായിലും എന്തൊക്കെയോ നീറി പുകഞ്ഞുകൊണ്ടിരിക്കുക. 24 വർഷം മുൻപ് വൈജയന്തി പ്രസവിച്ച മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന സത്യം 2 ചിലരൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. അറിയട്ടെ. അവിടെ അതൊരു വലിയ അഗ്നിപർവ്വതം പോലെയായി. എപ്പോൾ പൊട്ടുമെന്നറിഞ്ഞൂടാ. പൊട്ടിത്തെറിക്കട്ടെ. പക്ഷേ അതുകൊണ്ട് തകർന്നു പോകുന്നത് ഒരേ ഒരാൾ മാത്രമായിരിക്കും, എൻ്റെ അമ്മ. സ്റ്റാൻലി നിശബ്ദനായി. അമ്മ ചെയ്ത ഒരേ ഒരു തെറ്റ് പപ്പയെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഈ ഇരിക്കുന്ന എനിക്ക് ജന്മം തരികയും ചെയ്തു എന്ന് മാത്രമാ. വാസ്തവത്തിൽ അതൊരു തെറ്റാണോ പപ്പ? അല്ലെന്ന് സ്റ്റാൻലി ശിരസനക്കി. അങ്ങനെയാണെങ്കിൽ അമ്മ ശിക്ഷിക്കപ്പെടരുത്. പപ്പയ്ക്കും വേണം അതിലൊരു ഉത്തരവാദിത്തം. എനിക്കിതിൽ എന്താ ചെയ്യാനുള്ളത്? പപ്പയും ഞാനും കൂടെ പോയി അച്ഛനെ കാണണം. ആ ഡിവോഴ്സ് കേസിന്റെ വാദം തുടങ്ങി. അച്ഛൻ അമ്മയോട് തീർത്താ തീരാത്തൊരു വൈരാഗ്യം മനസ്സിൽ കിടപ്പുണ്ട്. ഒരിക്കൽ അച്ഛൻ എൻ്റെ അടുത്ത് അച്ഛൻ്റെ സങ്കല്പത്തിലുള്ള കോടതി രംഗം വിവരിച്ചു കേൾപ്പിച്ചു. എന്തായിരുന്നു അത്? അമ്മയെ കോടതി ഹാളിൽ വക്കീലന്മാരുടെയും ജഡ്ജിയുടെയും മുൻപിൽ വെച്ച് നാണം കെടുത്തുന്ന ഒരു രംഗം. തേജോവധം ചെയ്തു എന്നൊക്കെ പറയാറില്ലേ? അത് കഴിയുമ്പോൾ എല്ലാവരുടെയും മുൻപിൽ അമ്മയുടെ ചിത്രം ഒരു വേശ്യ സ്ത്രീയുടേതിന് സമമായിരിക്കും. അച്ഛൻ അങ്ങനെയാണ് അത് അവതരിപ്പിക്കുന്നത്. കല്യാണത്തിന് മുൻപ് പരപുരുഷനുമായി ബന്ധമുണ്ടായിരുന്ന സ്ത്രീ, അതിലാരുടെയോ കുഞ്ഞിനെ രഹസ്യമായി പ്രസവിച്ച് ഉപേക്ഷിച്ച സ്ത്രീ. സ്റ്റാൻലി അലീനയുടെ മുഖത്തേക്ക് തന്നെ നോക്കി അല്പനേരം മൗനമായിരുന്നു. ഞാൻ വിചാരിച്ചാൽ അയാളെ തടയാൻ പറ്റുമോ? പപ്പ ശ്രമിക്കണം. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എത്രയോ വലിയൊരു ദുരന്തമായിരിക്കും അത്. ആ കുടുംബം എന്നെങ്കിലും ഒന്നാകാനുള്ള എല്ലാ സാധ്യതയും അതോടെ അടഞ്ഞുപോകും. അച്ഛന് അമ്മയോട് പ്രതികാരം ചെയ്ത പോലെ ഒരു സംതൃപ്തി കിട്ടുമെങ്കിലും കോടതി മുൻപാകെ അപമാനിക്കപ്പെട്ടത് അമ്മയ്ക്ക് ജീവിതത്തിൽ എന്നെങ്കിലും ക്ഷമിക്കാനും മറക്കാനും കഴിയുമോ? ഒരിക്കലുമില്ല. അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം പോട്ടെ, 3 കുട്ടികളില്ലേ? അവരും ലോകത്തിനു മുൻപിൽ അപമാനിക്കപ്പെടുമല്ലോ. അവർക്കതിൽ നിന്ന് കരകയറാൻ പറ്റുമോ? പിന്നീട് എക്കാലത്തും ആളുകൾ അവരെ കാണുന്നത് പിഴച്ചു ജീവിച്ച ഒരു സ്ത്രീയുടെ മക്കളായിട്ടായിരിക്കില്ലേ? തകർന്നുപോയ ഒരു കുടുംബത്തിലെ അംഗങ്ങളെന്ന നിലയിലായിരിക്കില്ലേ അവരെ വിലയിരുത്തുക? അത് അവരുടെ ഭാവി ജീവിതത്തെയും വല്ലാതെ ബാധിക്കില്ലേ? പപ്പയുടെ മക്കളെ പോലെയല്ലേ അവരും? സ്റ്റാൻലി തലയാട്ടിക്കൊണ്ട് അല്പനേരം ഇരുന്നു. ഒരു ദീർഘശ്വാസം എടുത്തു.
ഞാൻ എന്ത് ചെയ്യണം? നീ പറ. എനിക്ക് ശരിയായ രൂപമില്ല പപ്പ. നമുക്ക് രണ്ടുപേർക്കും കൂടി അച്ഛനെ ചെന്ന് കാണാം. പിന്നെ വരുന്നത് പോലെയൊക്കെ വരട്ടെ. സ്റ്റാൻലി അർദ്ധസമ്മതം ധ്വനിപ്പിക്കും വിധം ചെറുതായൊന്ന് മൂളി. ഇനി കൊല്ലപ്പള്ളിയിലെ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഗംഗാധര മേനോൻ തനിയെ കാറോടിച്ചാണ് കൊല്ലപ്പള്ളിയിലെത്തിയത്. ശിവശങ്കര മേനോനും കമലയും വീട്ടിലുണ്ടായിരുന്നു. കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ഗംഗാധര മേനോനെ കണ്ട് കമല ഒരു നിമിഷം അന്തം വിട്ട് നിന്നുപോയി. യാതൊരു മുന്നറിയിപ്പുമില്ലാത്ത വരവ്. കഴിഞ്ഞ വർഷം കണ്ടതിനേക്കാൾ ആൾ ഒന്നുകൂടി സ്മാർട്ടായിട്ടുണ്ടെന്ന് കമലയ്ക്ക് തോന്നി. സൈന്യത്തിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപേ പിരിഞ്ഞുവെങ്കിലും ആൾ ഉയർന്ന റാങ്കിലുള്ള സൈനികോദ്യോഗസ്ഥനായിരുന്നു എന്ന് തന്നെ തോന്നിപ്പിക്കുന്ന വേഷം. ആർമി യൂണിഫോം അല്ലെങ്കിലും അത് തിരിച്ചറിയാം. സിറ്റൗട്ടിലേക്കുള്ള പടികൾ ചടുപിടുന്നതിനെ ചാടിക്കയറി നല്ല ചുറുചുറുക്കോടെയാണ് നടത്തം. ഗംഗേട്ടൻ വരുന്നുണ്ടെന്ന് ഒന്ന് വിളിച്ചു പറയുക പോലും ചെയ്തില്ലല്ലോ. കണ്ടപാടെ കമല തന്റെ ആശ്ചര്യം മറച്ചു വയ്ക്കാതെ പറഞ്ഞു. അപ്പോഴേക്കും ശിവശങ്കരൻ ഇറങ്ങി വന്നു. ഞാൻ ശിവനോട് പറഞ്ഞിരുന്നു. അവൻ പറയാൻ വിട്ടുപോയതാവും. അമ്മ എവിടെ കമലെ? ഗംഗാധരൻ സൗദാമിനിയെ തിരക്കി. ശിവശങ്കരൻ അമ്മയുടെ മുറിയിലേക്ക് അയാളെ കൂട്ടിക്കൊണ്ടുപോയി. സൗദാമിനിയമ്മ കിടക്കുകയായിരുന്നു. ഗംഗാധരനെ ആദ്യം അവർ തിരിച്ചറിഞ്ഞില്ല. അമ്മേ, ഇത് ഞാനാണ് ഗംഗാധരൻ. ആരാ? അവരുടെ കൃഷ്ണമണികൾ അങ്ങിങ്ങ് ചലിച്ചുകൊണ്ടിരുന്നു. അമ്മയുടെ മൂത്ത മകൻ ശിവശങ്കരൻ മേനോൻ തെല്ലൊച്ചയെടുത്ത് പറഞ്ഞു. നീലഗിരിയിലെ ഗംഗേട്ടൻ അമ്മേ. അതാരാ? അമ്മയ്ക്ക് ചിലപ്പോ ഓർമ്മക്കേടാ, ശിവശങ്കരൻ ജ്യേഷ്ഠനോട് വെളിപ്പെടുത്തി. കഴിഞ്ഞ വർഷം ഞാൻ കാണുമ്പം അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ. ജയന്തിയുടെ വീട്ടിൽ അമ്മ എണീറ്റ് നടക്കുകയും സംസാരിക്കുകയും ചെയ്യുമായിരുന്നല്ലോ. ഗംഗാധരന്റെ ചോദ്യത്തിന് കമലയാണ് മറുപടി പറഞ്ഞത്. അത് കഴിഞ്ഞ വർഷമല്ലേ, ഒരു കൊല്ലം കടന്നുപോയില്ലേ. ഗംഗാധരനെ ആ മറുപടി തൃപ്തിപ്പെടുത്തിയില്ല. മുറിയിലെ വൃത്തിഹീനമായ അവസ്ഥ കണ്ട് അയാൾ ചോദിച്ചു. ഇങ്ങോട്ടൊന്നും ആരും തിരിഞ്ഞു നോക്കാറില്ലേ? ഗംഗാധരന്റെ വരവ് ഓർക്കാപ്പുറത്തായതുകൊണ്ട് മുറി കാലേക്കുട്ടി വൃത്തിയാക്കി വയ്ക്കാൻ കമലയ്ക്ക് അവസരം കിട്ടിയതുമില്ല. ഇതിപ്പോ ഇന്ന് തൂത്തു തുടക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, കമല പറഞ്ഞു. നമ്മൾ കൊടുക്കുന്നത് കണ്ടിട്ടാണ് നമ്മുടെ മക്കൾ നമുക്ക് തരുന്നത്. ഗംഗേട്ടാ, വല്ലപ്പോഴും കാണുന്നവർക്ക് ഇതൊക്കെ പറയാം, ബാക്കിയുള്ളവർക്കല്ലേ ബുദ്ധിമുട്ടറിയൂ, ശിവശങ്കരൻ പറഞ്ഞു. നിനക്കോ നിന്റെ ഭാര്യയ്ക്കോ പറ്റില്ലെങ്കിൽ ഒരു ഹോം നഴ്സിനെ നിർത്താമല്ലോ. ബാലചന്ദ്രന്റെ വീട്ടിൽ അങ്ങനെയായിരുന്നില്ലേ? ബാലന്റെ അമ്മയല്ലെന്ന് കൂടി ഓർക്കണം. അന്നാ പെൺകുട്ടി അമ്മയെ എത്ര നീറ്റായിട്ടാണ് നോക്കിയത്. വയ്യാതാവുമ്പം നിങ്ങളും ഇങ്ങനെ ചീഞ്ഞു കിടക്കാനാണോ ആഗ്രഹിക്കുന്നേ? ഗംഗാധരന്റെ ചോദ്യത്തിന് കമലോ ശിവശങ്കരനോ മറുപടി പറഞ്ഞില്ല. ഇതിനിടയിൽ എപ്പോഴോ സൗദാമിനി അമ്മയുടെ ഓർമ്മയെ മൂടിയിരുന്ന തിമിരത്തിന്റെ കണ്ണാടിപ്പാട അടർന്നു വീണു. ഗംഗാധരനല്ലേ ഇത്? ആശ്ചര്യം കൊണ്ട് സൗദാമിനി അമ്മയുടെ കൃഷ്ണമണികൾ തിളങ്ങി. അവർ മൂത്ത മകനെ തിരിച്ചറിയുകയാണ്. അതെ അമ്മേ, ഞാനാണ്. ഗംഗാധരൻ അമ്മയുടെ ശിരസിൽ തലോടി. മോനെ, മോൻ എപ്പോഴാ വന്നത്? കണ്ടിട്ടെനിക്ക് മനസ്സിലായില്ലല്ലോ. എന്റെ ഭഗവാനെ. അവർക്ക് കരച്ചിലും വന്നു. വിറവുള്ളുന്ന ദുർബലങ്ങളായ കൈത്തലങ്ങൾ ഉയർത്തി അവർ ഗംഗാധരന്റെ കയ്യിൽ പരതി പിടിച്ചു. ചിലപ്പോ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. പഴയ കാര്യങ്ങളാ എപ്പോഴും ഓർമ്മയില്. ഗംഗാധരൻ ഒന്നും മിണ്ടാതെ വീണ്ടും അമ്മയുടെ നെറ്റിയിൽ തലോടി. പിന്നീട് മുറിയിൽ സ്വകാര്യമായി ഒത്തുകൂടിയപ്പോൾ ഗംഗാധരൻ അനുജനോട് ചോദിച്ചു. ഇവിടെ ഇപ്പോൾ എങ്ങനെയായി കാര്യങ്ങൾ? അവസാനത്തെ ഒരു പൊട്ടിത്തെറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഗംഗേട്ടാ. നീ പിന്നീട് ജയന്തിയുമായി സംസാരിച്ചോ? ഇല്ല. ഞാൻ വരേണ്ട കാര്യമുണ്ടായിരുന്നോ? ഇപ്പോഴാ ഗംഗേട്ടൻ ഇവിടെ വേണ്ടത്. ജയന്തിയുടെ ഡിവോഴ്സ് കേസിന്റെ ഹിയറിംഗ് തുടങ്ങി. നമ്മൾ ഒന്നിച്ച് അടിയന്തരമായി ബാലചന്ദ്രനെ കണ്ടേ പറ്റൂ. അതിനു മുൻപ് ബബിതയുമായി ഗംഗേട്ടൻ സംസാരിക്കണം. അടുത്ത ശനിയാഴ്ച മനുവിനെയും രോഹിത്തിനെയും ഞാൻ ഇവിടെ വരുത്താം. ശിവ, അതിനു മുൻപ് സ്റ്റാലിയുടെയും മകളുടെയും നിലപാട് അറിയണ്ടേ? അതും വേണം ഗംഗേട്ടാ. നാളെ രാവിലെ ജയന്തി കോളേജിൽ പോകും, കൃഷ്ണമോൾ സ്കൂളിലും. ബബിത തനിച്ചേ കാണൂ. അവളോട് സംസാരിച്ചാൽ കൃത്യമായ എല്ലാ വിവരവും കിട്ടും. അവളും മനവും അലീനയും രോഹിത്തും എറണാകുളത്തുള്ള രേവതിക്കുട്ടിയും ഒരേ സർക്കിളിലാണ്. അവർ തമ്മിൽ നിരന്തരമായ കമ്മ്യൂണിക്കേഷനുണ്ട്. അലീനയാണ് അച്ചുതണ്ട്. ഈ 5 പേരും തമ്മിലറിയാത്ത ഒരു കാര്യവും അവർക്കിടയിലില്ല. നമ്മളിവിടെ ബബിതയോട് സംസാരിക്കുന്നത് അവർക്കവിടെ ലൈവായിട്ട് കാണാൻ കിട്ടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരാളോട് സംസാരിച്ചാൽ മതിയല്ലോ. പക്ഷേ അവർ തമ്മിൽ ചർച്ച ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുക്കൂ. അവർ എടുക്കേണ്ട ഡിസിഷൻ എന്താണെന്ന് നമുക്ക് ബബിതയെ അറിയിക്കാമല്ലോ. ഞാനെല്ലാം ഗംഗേട്ടനെ ഏൽപ്പിക്കുക. ഗംഗേട്ടൻ ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക. ഞാൻ കൂടെ നിൽക്കാം, ശിവശങ്കരൻ ഒട്ടൊരു ആശ്വാസത്തോടെ പറഞ്ഞു. ബബിത അലക്കാനുള്ള ഡ്രസ്സ് സോപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അയഞ്ഞു തൂങ്ങിക്കിടന്ന അഴ വലിച്ചു മുറുക്കി കെട്ടുമ്പോഴാണ്
മുൻവശത്ത് നിന്ന് ഹോൺ ശബ്ദം കേട്ടത്. അവൾ പിന്നാമ്പുറത്തു നിന്നും വലതുവശത്തുകൂടി നടന്ന് മുറ്റത്തെത്തിയപ്പോൾ ഒരു കാർ ഗേറ്റിനരികെ നിൽക്കുന്നതും ശിവശങ്കരൻ അങ്കിൾ ഗേറ്റ് തുറക്കുന്നതും കണ്ടു. കാർ അകത്തേക്ക് വന്നു. മുറ്റത്ത് ബ്രേക്കിട്ട കാറിൽ നിന്ന് ഗംഗാധരൻ അങ്കിൾ ഇറങ്ങുന്നത് കണ്ട് ബബിത അത്ഭുതപ്പെട്ടു. അങ്കിൾ എപ്പോഴാ വന്നത്? അവൾ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. ഇന്നലെ വൈകുന്നേരം. അയ്യോ, ആരും പറഞ്ഞു കേട്ടില്ല. അമ്മ അറിഞ്ഞില്ലേ? ആരോടും പറഞ്ഞില്ല മോളെ. മിന്നൽ പര്യടനമല്ലേ? ഗംഗാധരൻ ചിരിച്ചു. ശിവശങ്കരൻ സിറ്റൗട്ടിൽ കയറി വാതിൽ തള്ളി നോക്കി. അങ്കിളെ, അതകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുക. ഞാൻ തനിച്ചല്ലേ ഉള്ളൂ. അതിന്റെ മുൻകരുതലാ. അവൾ വീടിന് പുറകിലേക്ക് ഓടി. പിൻവാതിൽ വഴി അകത്ത് കയറി ചെന്ന് മുൻവാതിൽ തുറന്നു കൊടുത്തു. നിനക്ക് സുഖമാണോ മോളെ? നീ പഠിപ്പ് നിർത്തിയ വിവരങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു, ഗംഗാധരൻ പറഞ്ഞു. നിർത്തിയതല്ല അങ്കിളെ, നിന്നുപോയതാ. വീണ്ടും തുടങ്ങണം. ചായ ഇരട്ടെ? ഒന്നും വേണ്ട. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് നിന്നോട് തനിച്ചൊരു കാര്യം സംസാരിക്കാനാ. അങ്ങേയറ്റം കോൺഫിഡൻഷ്യൽ. എനിക്ക് മനസ്സിലായി അങ്കിളെ. അലിനി ചേച്ചിയുടെ കാര്യമല്ലേ? ഇങ്ങോട്ട് കയറിയിരിക്ക അങ്കിളെ. ഗംഗാധരനും അനുജനും സിറ്റിംഗ് റൂമിലെ സോഫയിലിരുന്നു. ബബിത TV സ്റ്റാൻഡിൽ ചാരി നിന്നു. നീയും ഇരിക്കുമോളെ. എന്തെങ്കിലും ജോലി തിരക്കിലായിരുന്നോ നീ? ഗംഗാധരൻ ചോദിച്ചു. ഡ്രസ് വാഷിംഗ് ആയിരുന്നു, സാരമില്ല. ശിവശങ്കരൻ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം നീ സൂചിപ്പിച്ചു തന്നെയാണ് വിഷയം. ഇനി അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നീ ഇവിടെ വന്നിരിക്ക്. ഞാനിവിടെ നിന്നോളാം മകളെ. മോളെ, അതുതന്നെ ഒരു ഡിസ്റ്റൻസ് കീപ്പിംഗ് ആണ്. പ്രശ്നങ്ങളുടെ അടുത്തേക്ക് വരാൻ നിനക്കുള്ള മടിയാണത്. ബബിത പുഞ്ചിരിയോടെ ചെന്ന് അവർക്ക് അഭിമുഖമായി ഒരു കസേരയിലിരുന്നു. ഞാൻ പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ പറയാം. യുസി, നമ്മൾ പ്രശ്നങ്ങളുടെ നടുക്ക് വെച്ചാണ് സംഭാഷണം തുടങ്ങുന്നത്. അതായത്, അലീന എന്ന പെൺകുട്ടി ജയന്തിയുടെ മകളാണ് എന്ന പ്രശ്നമാണല്ലോ ഇതിന്റെ കേന്ദ്ര ബിന്ദു. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ചും ആചാരവിശ്വാസങ്ങൾ അനുസരിച്ചും ബന്ധുമിത്രാദികളുടെ അനുഗ്രഹാശിസുകളോടുകൂടി പരസ്യമായി നടത്തുന്നതും നടത്തേണ്ടതുമാണ് വിവാഹം എന്ന ചടങ്ങ്, അല്ലേ? അതെ. ബബിത തലയാട്ടി. പിന്നെയുള്ളത് സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ചുള്ള രജിസ്റ്റർ മാരേജ് ആണ്. അതിനും ചില ഫോർമാലിറ്റീസ് ഉണ്ട്. ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ നിയമാനുസൃതമായ അംഗീകാരവും സപ്പോർട്ടും അതിന് നിർബന്ധമാണ്. അതും നിനക്കറിയാമല്ലോ. അറിയാം. ഒരു സ്ത്രീയും പുരുഷനും ഹോട്ടൽ മുറിയിൽ ഒന്നിച്ച് താമസിച്ചാലോ ഏതെങ്കിലും വാടക വീട്ടിൽ ഒളിച്ചു കഴിഞ്ഞാലോ അത് വിവാഹ ജീവിതമാകില്ല. അത് അവർ തമ്മിലുള്ള താൽക്കാലികമായ ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ്. പക്ഷെ അങ്കിളെ, അങ്ങനെ നോക്കുമ്പം... നിൽക്കുകൂട്ടി, ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. അങ്ങനെ താൽക്കാലികമായ അഡ്ജസ്റ്റ്മെന്റിൽ കുറച്ചുനാൾ ഒന്നിച്ച് താമസിച്ച യുവാവും യുവതിയും പിന്നീട് വേറെ വേറെ വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടുകയും വീടും വസ്തുക്കളും മക്കളും അടക്കമുള്ള കുടുംബം സ്ഥാപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ പഴയ താൽക്കാലിക കൂട്ടുകെട്ട് എന്തായിത്തീരും? ബബിത ചിന്താകുഴപ്പത്തിലിരുന്നു. അപ്പോൾ ഗംഗാധരൻ തന്നെ അത് പൂരിപ്പിച്ചു. കഴിഞ്ഞുപോയ അബദ്ധം. അതല്ലേ സത്യം. ഒരബദ്ധം സംഭവിച്ചു പോയി. പക്ഷേ അതിനെ മറികടന്ന് അതൊരു ഓർമ്മ മാത്രമായി. ഇന്ന് ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് പോലെ അത്ര ഉറപ്പോടെ തലയുയർത്തി നിൽക്കുന്ന ഐക്യവും ബലവും സ്ഥിരതയുമുള്ള ഒരു കുടുംബത്തെ തകർത്ത് തരിപ്പണമാക്കാൻ അനേകം വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച ആ അബദ്ധത്തെ നമ്മൾ അനുവദിക്കണോ? അങ്ങനെ അനുവദിച്ചാൽ അതിന് എന്തു പേര് പറയും? ബബിത എന്തോ പറയാൻ ചുണ്ടുകൾ വിടർത്തുമ്പോഴേക്കും ഗംഗാധരൻ പൂരിപ്പിച്ചു കഴിഞ്ഞു. ശുദ്ധ അസംബന്ധം. പക്ഷെ അങ്കിളെ, അതെങ്ങനെ ഒരബദ്ധമായി തീർന്നു? അതിന്റെ പുറകിലൊരു ചതിയും വഞ്ചനയുമില്ലേ? ബബിത തർക്കിച്ചു. ഒന്നുമില്ല, ഗംഗാധരൻ അസന്നിഗ്ധനായി പറഞ്ഞു. ചില തിരുത്തലുകൾ നടന്നു, അത്രമാത്രം. സംഭവിച്ചുപോയ അബദ്ധത്തിനു മീതെയാണ് തിരുത്തലുകൾ. അബദ്ധങ്ങൾ തിരുത്തേണ്ടത് തന്നെയാണ്. അങ്ങനെയാണോ അങ്കിൾ തിരുത്തേണ്ടത്? മനുഷ്യനെ കൊല്ലുന്നതും ഉപേക്ഷിക്കുന്നതും അനാഥരാക്കുന്നതുമൊക്കെ തിരുത്തലാണോ? എന്റെ അമ്മയോട് എല്ലാവരും ചേർന്ന് എന്തൊരു ക്രൂരതയാ കാണിച്ചത്? ഗംഗാധരന്റെ മുഖം ചുവന്നു. മോളെ, നീ ചെറുതാണ്. അയാളുടെ ശബ്ദത്തിൽ കോപം നുരഞ്ഞു. നിനക്ക് 20 വയസ്സ് തികഞ്ഞിട്ടില്ല. വളരെ റൊമാൻറ്റിക്കാണ് നീ. നിങ്ങൾ ചെറുപ്പക്കാരെല്ലാം അങ്ങനെയാണ്. സ്നേഹിച്ചവരെല്ലാം ഒന്നിച്ച് ജീവിക്കേണ്ടതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലോകപരിജ്ഞാനവും ജീവിതാനുഭവങ്ങളും വളരെ കുറവാണ്. വികാരമാണ് നിങ്ങളെ നയിക്കുന്നത്, വിവേകമല്ല, ബുദ്ധിയല്ല. നിങ്ങളുടെ വഴികാട്ടി ആവേശമാണ്. നിനക്കൊരു 45 വയസ്സാകട്ടെ, അപ്പോൾ നീ പറയും സ്നേഹിക്കുന്നവരെല്ലാം ഒന്നിച്ച് ജീവിക്കേണ്ടവരല്ല എന്ന്. നിങ്ങളെല്ലാവരും കൂടി എൻ്റെ അമ്മയോട് ചെയ്തത് ശരിയാണെന്നാണോ? ബബിതയ്ക്ക് സങ്കടം വന്നു. മോളെ, നിന്റെ അമ്മ ഞങ്ങൾക്ക് അന്യസ്ത്രീയല്ല, ഞങ്ങളുടെ അനുജത്തിയാണ്. അവളുടെ അച്ഛനും അമ്മാവനും സഹോദരന്മാരും കൂടി ആലോചിച്ച് ചർച്ച ചെയ്ത്
എടുത്ത തീരുമാനം തെറ്റായിപ്പോയെന്ന് പറയാൻ മാത്രം നീ വളർന്നിട്ടില്ല. ബബിത ഉള്ളം കൈയിൽ നെറ്റി താങ്ങി കുനിഞ്ഞിരുന്നു. അവൾക്ക് കഠിനമായ ദുഃഖം തോന്നി. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ഇത് ഞാൻ പറയുന്നത്. ഒരു കുടുംബം ചിന്നിച്ചിതറി പോകാതിരിക്കാൻ. എന്തുകൊണ്ടാണ് അലീന ഈ രഹസ്യം എത്രയോ മാസങ്ങളായി കാത്തു സൂക്ഷിച്ചത്? നീ ബുദ്ധിയുള്ളവളല്ലേ, ചിന്തിച്ചു നോക്ക്. അവൾക്ക് നേരെ ചെന്ന് ജയന്തിയോട് പറയാമല്ലോ നിങ്ങൾ എൻ്റെ അമ്മയാണ് എന്ന്. എന്തുകൊണ്ട് പറയുന്നില്ല? അങ്ങനെ ചെയ്താൽ ഒരു കുടുംബം തകർന്നു പോകുമെന്ന് അവൾക്കറിയാം, ഗംഗാധരൻ പറഞ്ഞു. ബബിത മുഖമുയർത്തി. അമ്മയുടെ മകൾ ജീവിച്ചിരിപ്പുണ്ടെന്നും അത് അലീന ചേച്ചിയാണെന്നും അമ്മ ഒരിക്കലും അറിയണ്ടേ? അവളുടെ കണ്ടമിടറി. മോളെ, ഞാനൊരു സംഭവം പറയാം. കുറെ കാലം മുൻപ് നടന്നതാണ്. എൻ്റെ ഒരു സ്നേഹിതൻ, ആർമിയിൽ എൻ്റെ അതേ റാങ്കിൽ ജോലി ചെയ്തിരുന്നയാൾ, രമേശ് ഗോയൽ. അയാൾ കല്യാണം കഴിച്ചു. ഒരു ജഡ്ജിയുടെ മകൾ, സുന്ദരി, മിടുക്കി. ആർമി ക്വാർട്ടേഴ്സിൽ അവർ കുറെ കാലം താമസിച്ചിട്ടുണ്ട്. അവർ ഒന്നിച്ച് നടന്നു പോകുന്നത് കണ്ടാൽ മേഡ് ഫോർ ഈച്ച് അതർ എന്ന് ആരും തലകുലുക്കി സമ്മതിക്കും. അത്രയും നല്ലൊരു കപ്പിൾസിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വേറെ കണ്ടിട്ടില്ല. അവരെന്നെ ക്വാർട്ടേഴ്സിലേക്ക് ക്ഷണിച്ചു വരുത്തി ഡിന്നർ തരുമായിരുന്നു. നന്നായിട്ട് കുക്ക് ചെയ്യും രമേശിന്റെ വൈഫ്. നല്ല ആതിഥ്യ മര്യാദയും വിനയവും. രമേശ് എന്തുമാത്രം സന്തുഷ്ടനായിരുന്നുവെന്ന് എനിക്കറിയാം. അയാൾ പറയും, ഇത്രയും സ്നേഹവതിയായ ഭാര്യയെ കിട്ടിയത് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന്. അവൾക്കാണെങ്കിൽ അയാളെന്ന് വെച്ചാൽ ജീവനാണ്. അവർക്ക് 2 കുട്ടികൾ, ഇരട്ടകളാണ്. നല്ല തടിച്ച പൂച്ചക്കുഞ്ഞുങ്ങളെ പോലെ ഓമനത്തമുള്ള കുഞ്ഞുങ്ങൾ. 3.5 വർഷത്തോളം ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തു. അതിനുശേഷം അയാൾ ട്രാൻസ്ഫർ കിട്ടി ജബൽപൂരിലേക്ക് പോയി. ബബിത ആകാംക്ഷയുടെ കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഞാൻ അയാളെക്കുറിച്ച് കേട്ടത് ഒരു ദുരന്ത വാർത്തയായിരുന്നു. അയാളുടെ വൈഫ് സൂയിസൈഡ് ചെയ്തു. എനിക്ക് പോകാനോ ആശ്വസിപ്പിക്കാനോ കഴിഞ്ഞില്ല. എന്നാലും പിന്നീട് ഞാൻ ചില വിവരങ്ങൾ അറിഞ്ഞു. സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് അവൾക്കൊരു പ്രണയമുണ്ടായിരുന്നു. അബദ്ധം സംഭവിച്ചു പോയി. സാധാരണ പോലെ അതും മറച്ചു വെച്ചു. ഒടുവിൽ അറിഞ്ഞപ്പോഴേക്കും വൈകി. മകൾ പ്രസവിച്ച കുഞ്ഞിനെ ജഡ്ജി ഏതോ ഓർഫനേജിൽ കൊടുത്തു. അയാൾ നന്മയുള്ളവനായിരുന്നതുകൊണ്ട് അവന്റെ സ്പോൺസർഷിപ്പ് കൂടി ഏറ്റെടുത്തു. അവന്റെ ജീവിത ചെലവുകളും വിദ്യാഭ്യാസ ചെലവുകളും ആ ജഡ്ജി തന്നെ നടത്തി. മകൾ ഇതൊന്നും അറിയുന്നില്ല. കുഞ്ഞിനെ ആർക്കോ കൊടുത്തു കളഞ്ഞു എന്ന് മാത്രമേ അവൾക്കറിയൂ. 7-8 വർഷത്തിന് ശേഷം അച്ഛൻ അവൾക്ക് വിവാഹം ആലോചിച്ച് നടത്തി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവളും ഭർത്താവും സന്തോഷമായി ജീവിച്ചു. അതിനിടയ്ക്കാണ് അറ്റാക്ക് വന്ന് ഓർക്കാപ്പുറത്ത് ജഡ്ജി മരിക്കുന്നത്. അതോടെ മറ്റേ കുട്ടിയുടെ സ്പോൺസർഷിപ്പ് മുടങ്ങി. അപ്പോൾ അവന് 14-15 വയസ്സുണ്ട്. ഒരു ദിവസം അവൻ തേടിപ്പിടിച്ച് അമ്മയെ കാണാനെത്തി. അവന്റെ വരവിന്റെ ഉദ്ദേശം എന്തായിരുന്നെന്നോ അവർ തമ്മിൽ എന്തൊക്കെ സംഭാഷണങ്ങൾ നടന്നുവെന്നോ ആർക്കും അറിയില്ല. എന്റെ സ്നേഹിതൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അവളൊരു ഫാനിൽ തൂങ്ങി നിൽക്കുകയായിരുന്നു. ബബിതയുടെ മുഖം പേടി കിട്ടിയതുപോലെ വിളറി. നീ വിചാരിക്കുന്നുണ്ടായിരിക്കും ആ അമ്മയ്ക്ക് ഓർക്കാപ്പുറത്ത് മകനെ കാണുന്നത് വളരെ സന്തോഷമായിരിക്കുമെന്ന്. എന്റെ മോനെ എന്ന് വിളിച്ച് സിനിമയിലും മറ്റും കാണാറുള്ളത് പോലെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ആനന്ദിക്കുമെന്ന്. എന്റെ മോനെ, ആരെങ്കിലും വരുന്നതിന് മുൻപ് സ്ഥലം വിട്ടോ. ഞാൻ ഇടയ്ക്കിടെ അവിടെ വന്ന് നിന്നെ കണ്ടോളാം. വേണ്ടതെല്ലാം എന്റെ മോനു വേണ്ടി ചെയ്തു തരാം. ഒരിക്കലും ഇങ്ങോട്ട് വരില്ലേ എന്നെല്ലാം പറഞ്ഞ് കുറെ രൂപയും കൊടുത്ത് സമാധാനിപ്പിച്ച് അയക്കുമായിരുന്നല്ലോ എന്ന്. മോളെ, അതല്ല റിയാലിറ്റി. അവളുടെ ശാന്തസുന്ദരമായ ജീവിതത്തിലേക്ക് ഒരു ബോംബ് വന്ന് വീണതുപോലെയായിരുന്നു അവന്റെ ആഗമനം. അഭിമാനിയായ ഏതൊരു സ്ത്രീക്കും ജീവൻ ഒടുക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. നിന്റെ അമ്മ അഭിമാനിയല്ലെന്ന് നീ കരുതുന്നുണ്ടോ? ആ ചോദ്യം ബബിതയുടെ മനസ്സിലേക്ക് വാൾമുന പോലെ കുത്തിക്കയറി. അവൾ നടുങ്ങിത്തരിച്ചിരുന്നു. നിങ്ങൾക്ക് അലീനയെ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നത് അവളുടെ സ്വഭാവ വൈശിഷ്ട്യവും ആത്മാർത്ഥതയും മനസ്സിലാക്കിയതുകൊണ്ടാണ്. അതിനു മുൻപേ അവളുടെ സ്നേഹം നിങ്ങൾക്ക് ധാരാളമായി കിട്ടി. നിങ്ങൾ അവളെയും വളരെയധികം സ്നേഹിച്ചു. അവിടെ നിന്ന് തീരെ കുറച്ചു ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ അവൾ നിങ്ങളുടെ സഹോദരിയാണെന്ന തിരിച്ചറിവിലേക്ക്. പക്ഷേ ജയന്തിക്ക് അങ്ങനെയല്ല. വളരെ വളരെ ദൂരെയാണവൾ. അലീനോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിമാന പ്രശ്നത്തെ മറികടന്നു. സഹോദരിയാണെന്ന് അംഗീകരിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക്. എന്നാൽ ജയന്തിക്ക് അവളുടെ ഇതുവരെയുള്ള അഭിമാനവും പടുത്തുയർത്തിയ ജീവിതവും സൽപ്പേരും സകലതും ബലി കൊടുക്കേണ്ടി വരും. ബബിതയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവൾ ദയനീയമായി ഗംഗാധരനെ നോക്കി. മോളെ, ലോകത്ത് പലയിടത്തുമുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ. മകനോ മകളോ ആണെന്ന് അറിഞ്ഞാൽ പോലും അതറിഞ്ഞെന്ന് ഭാവിക്കാനോ സ്നേഹിക്കാനോ സ്വീകരിക്കാനോ പറ്റാത്ത സാഹചര്യങ്ങളിൽ അച്ഛനമ്മമാർ ജീവിക്കുന്നുണ്ട്. നിന്നോട് പറയാൻ കൊള്ളരുതാത്തതാണെങ്കിലും ഇങ്ങനൊരു സന്ദർഭം ഉണ്ടായതുകൊണ്ട് മാത്രം പറയുകയാണ്. കൊല്ലപ്പള്ളിയിലെ
വേലഞ്ചേരിക്കാരെപ്പറ്റി നീ കേട്ടിട്ടുണ്ടാകും. പണ്ട് വലിയ മുതലാളിമാരായിരുന്നു. അവരുടെ ഇപ്പോഴത്തെ സ്ഥിതി എനിക്കറിയില്ല. വേലഞ്ചേരി കൊച്ചേട്ടൻ അന്നത്തെ വലിയ മുതലാളിയാണ്. പൗലോ കൊച്ചെന്നായിരുന്നു മുഴുവൻ പേര്. അയാളുടെ ഒരു മകൻ പേര് രാഘവൻ അവിടുത്തെ കൂലിപ്പണിക്കാരനായിരുന്നു. മറ്റു കൂലിപ്പണിക്കാരുടെ കൂടെ നിന്ന് രാഘവനും പറമ്പ് കിളയ്ക്കും. മറ്റു കൂലിക്കാർ കൊടുക്കുന്ന അതേ ശമ്പളം തന്നെ മുതലാളി രാഘവനും കൊടുക്കും. മുതലാളിക്കറിയാം മകനാണെന്ന്. നാട്ടുകാർ രഹസ്യം പറയുന്നത് അവന്റെ ചെവിയിലും എത്തിയിട്ടുണ്ട്. പക്ഷേ അത്രയേ പറ്റൂ. ബബിത കൈനകം നുള്ളിപ്പൊളിക്കാൻ ശ്രമിച്ചുകൊണ്ട് തല താഴ്ത്തിയിരുന്നു. അതുകൊണ്ട് ഗംഗാധര മേനോൻ തുടർന്നു. നിന്റെ അമ്മയെ വെറുതെ വിടുക. നിങ്ങൾ ചിലതൊക്കെ അറിഞ്ഞു. അറിഞ്ഞത് മനസ്സിൽ സൂക്ഷിക്കാൻ പ്രയാസമൊന്നുമില്ല. രോഹിത്തിനോടും മനുവിനോടും നീ തന്നെ പറയണം. നിങ്ങൾക്ക് അലീനയെ സ്നേഹിക്കണമെങ്കിൽ സ്നേഹിച്ചോ, സഹോദരിയെ കണക്കാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തോ. ജയന്തിയെ കൂടി അറിയിച്ചാലേ മനസമാധാനം കിട്ടൂ എന്നുണ്ടോ? നിന്റെ അമ്മയുടെ നന്മയെ കരുതിയാണ് ഞാനിത് പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും ജയന്തി അത് അറിയണ്ട. അവൾ അറിയേണ്ടതാണെങ്കിൽ അതിൻ്റെതായ ഒരു സമയം താനെ ഉരുത്തിരിഞ്ഞു വരട്ടെ. ഗംഗാധരൻ നിർത്തി. ശിവശങ്കരൻ ജ്യേഷ്ഠനെ നോക്കി. അതിലൊരു അഭിനന്ദനമുണ്ടായിരുന്നു. പറയേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ ഫലപ്രദമായി തന്നെ അവതരിപ്പിച്ച് ബോധ്യപ്പെടുത്തിയതിന്റെ സന്തോഷവും.